ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം കവിത ബിജു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഇവിടെ വാവാണ് കേട്ടോ. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വാവ് എടുക്കില്ലേ, ഒരിക്കലെടുക്കില്ലേ, അതാണ് ഇന്ന്. കുംഭമാസത്തിലെ വാവ്, ശിവരാത്രിയും വാവ് എന്നൊക്കെ കേട്ടില്ലേ. അങ്ങനെ ശിവരാത്രി ഇന്നലെ കഴിഞ്ഞു, ഇന്ന് വാവ് ഒരിക്കലെടുക്കും. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലെടുക്കുന്നത്. സാധാരണ മൂത്തവരാണ് എടുക്കുക, മക്കളിൽ മൂത്തവരാണ് എടുക്കേണ്ടത്. പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാനാണ് വാവ് ഒരിക്കലെടുക്കൽ. അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ച് ഉച്ചയ്ക്ക് ഒരു നേരമാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അരിയാഹാരം ഒരു നേരമാണ് കഴിക്കുക, രാവിലെ ഒന്നും കഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 4 തരം കറിയും ചോറും അത് കഴിക്കും. അതിനുശേഷം രാത്രി അരിയാഹാരം കഴിക്കില്ല, ചെറുതായിട്ട് വേറെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെയാണ് ഒരിക്കലെടുക്കുക. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉച്ചക്കത്തെ നമ്മളുടെ ഫുഡ് കഴിക്കുന്നത്. ഒരിക്കലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അതിൽ തന്നെ അവർ രാവിലെ ഇങ്ങനെ കുളിച്ചിട്ട് ഈറിനെടുത്ത് വന്നിട്ട് ചോറ്, ഉപ്പിടാത്ത ചോറ് വെച്ചിട്ട് പിന്നെ വിളക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കും. അത് പക്ഷേ നമ്മൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ എനിക്ക് അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ചെയ്യുന്നത് നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് ആ ചോറ് നമ്മൾ മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് കാക്ക കൊത്തും. അപ്പം നമ്മളുടെ ആത്മാക്കൾ വന്നിട്ട് ആ കാക്ക രൂപത്തിൽ വന്നിട്ട് അത് കൊത്തുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരായിട്ട്, അങ്ങനെയാണ് സങ്കല്പം. അത് അത്രത്തോളം എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല. അതങ്ങനെയാണ് സങ്കല്പം. കാക്ക വന്ന് കൊത്തുമ്പോൾ അവർ നമ്മളെ ആത്മാക്കൾ വന്ന് കാക്ക രൂപത്തിൽ വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മളവിടെ വെച്ചിട്ട് കുത്തും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ, ഇതൊക്കെ ഉള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. ഷെയർ ചെയ്യാനും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മടിക്കരുത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് ഇടണം കേട്ടോ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇത് അമ്മമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, ഇളയമ്മ. ഇവരുടെ വീട്ടിലാണ് ഞാൻ അന്ന് മുത്തപ്പന് പോയൊരു വീഡിയോ ഇട്ടില്ലേ. ഇളയമ്മക്ക് BP കൂടിയിട്ട് ശരീരത്തെ കുറച്ച് വിഷമമില്ല, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് എവിടേക്കേ വരാറുള്ളൂ. ഇത് ഉച്ചയായി അപ്പുനെ കുളിപ്പിക്കും. നല്ല വെയിലിൻ്റെ ചൂട്, എല്ലാ ദിവസവും അവന് ഉച്ചയ്ക്ക് കുളിക്കണം. അപ്പോൾ അമ്മ അവനെ ചോറ് കഴിക്കുന്നതിന് മുന്നേ അവനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ കുളിക്കണം, എന്നാലേ അവൻ ചോറ് കഴിക്കും. അങ്ങനെ ഉച്ചയായി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ചോറാണിത്. പച്ചടി, സാമ്പാറുണ്ട്, വഴുതിനങ്ങ ഉപ്പേരി, പിന്നെ കൂട്ടുകറി. അങ്ങനെ 4 തരം കറിയാണ് ഉണ്ടാവുക വാവിന്. ചോറ്, ഇലയിൽ ചോറ് കഴിക്കും എല്ലാവരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി, ഇളയപ്പനും ഇളയമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മുകളിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഇളയപ്പനും ഇളയമ്മയ്ക്കും ഇലയിൽ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പ്ലേറ്റിലെടുത്തു. എനിക്ക് പിന്നെ അത് ശീലമായി. ഇലയിൽ കിഴങ്ങ് ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കും. അങ്ങനെ അതുകൊണ്ട് എനിക്കത് ശീലമായി, എനിക്ക് കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ കഴിക്കുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നല്ല വീഡിയോസും ഓരോ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻസും അറിയിക്കുക, ഷെയർ ചെയ്യുക, മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ.